അവൾക്ക് ഒരേ ഒരു നിർബന്ധമേ ഉള്ളായിരുന്നു. അവൾ ചെന്ന് കണ്ടിഷ്ടപ്പെട്ട ഒരു ചെറുക്കനെ മാത്രമേ അവൾ കല്യാണം കഴിക്കൂ. അപ്പം നിങ്ങൾ വിചാരിക്കും, അതിനെന്താ ഒരു ചെറുക്കനെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടാൽ പോരെ? അങ്ങനെയല്ല. വീട്ടുകാർ കൊണ്ടുവരുന്ന ആലോചനയിൽ ഒരു ചെറുക്കനെ അവൻ്റെ വീട്ടിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് അവൻ്റെ കൈകൊണ്ട് കാപ്പിയിട്ട് കുടിച്ച് അവൻ ജോലിയൊക്കെ ചെയ്യുമോ, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുന്നവനാണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം അവൻ്റെ വീട്ടുകാർ വീട്ടിൽ വന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ആദ്യം ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ നടന്നു, ഇത് നടക്കും. ഇത് ഇന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ് പെണ്ണ് കാണാൻ ചെല്ലാനായിട്ട്. പെണ്ണ് കാണാനല്ല, ആണ് കാണാൻ ചെല്ലാനായിട്ട് വിളിച്ചിരിക്കും. അതിന് ഞാനൊന്ന് ഒരുങ്ങിയത്. ഇനി അവിടം വരെ പോകണം. അപ്പോൾ പോയിട്ട് വന്നിട്ട് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം. അല്ലെങ്കിൽ വാ, നിങ്ങളും പോരെ, നമുക്ക് വന്ന് ഞങ്ങളുടെ കൂടെ പോരെ, നമുക്കും പോയി പെണ്ണൊക്കെ കാണാം. പെണ്ണല്ല, ആണ് കാണാം. ആ ചെറുക്കനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം മോളും ഉണ്ട്, ഭർത്താവും ഉണ്ട്, ഞാനും ഉണ്ട്. എങ്കിൽ വാ. പിന്നെ ഒരു കാര്യം, വരുന്നതൊക്കെ കൊള്ളാം, കാമാന്നൊരക്ഷരം മിണ്ടിപ്പോയേക്ക്. ആരും അഭിപ്രായമൊന്നും പറയണ്ട, വന്നൊന്ന് കണ്ടിട്ട് പോയാൽ മതി. അല്ലേ പറഞ്ഞു, അഭിപ്രായം പറയുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മോളുടെ വാക്ക് അവസാന വാക്ക്. അവൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കല്യാണം നടക്കും. പിന്നെ ചെറുക്കന് ജോലി വേണമെന്നോ ചെറുക്കന് കുടുംബമഹിമ വേണമെന്നോ ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. അവർക്കതൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ വേറൊരു കാര്യം, ചെറുക്കന് ജോലി വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവനൊരു എന്തെങ്കിലും ഒരു ജോലി വേണം. എൻ്റെ മകൾക്ക് ജോലി ഉണ്ട്, എൻ്റെ മോൾക്ക് ജോലിയുണ്ടെന്നും പറഞ്ഞ് അവളിപ്പം അവനെ കൂടെ നോക്കുമെന്നൊന്നും കരുതണ്ട. അവൾ പറയുന്ന അവൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. അവൻ വേണം ജോലി ചെയ്ത് സമ്പാദിച്ചാൽ അവന് കൊള്ളാം. അല്ലാതെ രണ്ടുപേരും പരസ്പരം എന്തെങ്കിലും വീട്ടിലേക്ക് ചെയ്യുമോ എന്ന് കണ്ടറിയാം. എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് തലയ്ക്കെന്തോ പോലൊക്കെ ഇത് പറഞ്ഞു വന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ ഇത് മാത്രം പറഞ്ഞ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതെന്തോ, ചെറുക്കൻ്റെ വീട്ടിൽ പോയി ചെറുക്കനെ കാണണം. അപ്പോൾ ആണ് കാണൽ നടത്തണമെന്നാണ് അവൾ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് നല്ലൊരു ചെറുക്കനുണ്ട്, നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി അവനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട്ടുകാരും സമ്മതിച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ വീട്ടിൽ പോയി അവിടെ ഇനി എന്തൊക്കെ കോലാഹലം നടക്കുമോ എന്തോ എനിക്കറിയത്തില്ല. അവരിനി നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ടുണ്ടോ, ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. അവിടെ ചെന്നെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. യാത്ര ചെയ്തിനി അവിടം വരെ എത്തണമല്ലോ. ചിലപ്പോഴേ കുറച്ച് താമസമുണ്ട്, അവിടം വരെ ചെല്ലണ്ടേ. അപ്പം നമുക്കവിടെ ഒന്ന് പോകണം. ഇനി കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാം. ഞങ്ങൾ 3 പേരും പോകുന്നുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരണം. പിന്നെ ഞാൻ വിളിച്ചില്ലെന്നൊന്നും ആരും പറയരുത്. നിർബന്ധമില്ല വരണമെന്ന്, എന്നാലും പോരെ കേട്ടോ. എന്നാലും പോരെ, അന്ന് കാണ്, ഇതൊക്കെ നിന്ന് കാണ്. അഭിപ്രായങ്ങളൊന്നും പറയണ്ട കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞു എന്നോട് പറയാം നിങ്ങൾക്ക് അഭിപ്രായം, പക്ഷെ അവിടെ മുന്നിലെങ്ങും അഭിപ്രായം പറയില്ല കേട്ടോ. പെണ്ണ് വല്ലതൊക്കെ പറയും. അപ്പം ശരി, നമുക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. സ്ഥലം എവിടാണെന്നറിയാവോ? ഞങ്ങളുടെ പുറകിന് വന്നാൽ മതി. ഇനി സ്ഥലം പറഞ്ഞിട്ട് അവിടെ ചെന്ന് നിങ്ങൾ കല്യാണം മുടക്കിയാലേ ഇനി ഇതുകൂട്ടൊരു ബന്ധം എനിക്കിനി വയ്യ ചാടിച്ചെന്ന് നോക്കാനും കേട്ടോ. അതുകൊണ്ടാണ് ഈ വയ്യ, തീരെ വയ്യ. എങ്കിൽ ശരി, ഓക്കേ.